തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. പത്മതീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിന്റെ കരാർ ഏറ്റെടുത്തിരുന്ന സതീഷ്, ഭാര്യ ബിന്ദു എന്നിവരെ രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് സൂചന. തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് തമനം റെയിൽവേ ലൈനിന് സമീപത്ത് സതീശൻ കോൺട്രാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന സതീശനും ഭാര്യ ബിന്ദുവുമാണ് മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കാണപ്പെട്ടത്. ഇവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. വിളിച്ചിട്ട് വീട്ടിൽ അനക്കമുണ്ടാകാതിരുന്നതിനെ തുടർന്ന് സംശയം തോന്നി മറ്റുള്ളവർ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ടുപേരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭാര്യ ബിന്ദു ആത്മഹത്യ ചെയ്യുകയായിരുന്നു, തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇവർക്ക് SBയിൽ നിന്ന് 1 കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് പലിശ പെരുകി വലിയൊരു ബാധ്യതയിലേക്ക് കുടുംബം നീങ്ങുകയായിരുന്നു. ഈ ബാധ്യതയാണ് ജീവനൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരെ എത്തിച്ചത് എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമാകുന്ന കാര്യം. പോലീസ് വിശദമായ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പത്മതീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിന്റെ കരാറുകാരൻ ഈ സതീശനായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ പല പ്രധാനപ്പെട്ട സമാനമായിട്ടുള്ള പദ്ധതികളുടെയും കരാർ ഏറ്റെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് സതീശൻ. അങ്ങനെ ഒരാളാണ് സാമ്പത്തികമായ ബാധ്യതകൾ മൂലം പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്ന പശ്ചാത്തലത്തിൽ ഒടുവിൽ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ കുടുംബവുമൊത്ത് തീരുമാനമെടുത്തത്. ഈ സാമ്പത്തിക ബാധ്യതകളെ തുടർന്നാണ് ഇവർ ജീവനെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് കരമന പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ക്യാമറമാൻ C. വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.